എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നെൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, എന്തൊക്കെ വിശേഷങ്ങളുണ്ടെന്നുള്ളത് നമുക്കൊന്ന് കാണാം. രാവിലെ തന്നെ അമ്പല ദർശനത്തിന് ഇറങ്ങിയേക്കാം. എൻ്റെ പുറകിൽ കാണുന്ന ഇതാണ് അമ്പലം. ഇതൊരു ശ്രീരാമക്ഷേത്രമാണ്. ശ്രീരാമനുണ്ട്, അതേ കണക്ക് തന്നെ ശിവഭഗവാനുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഹനുമാനുണ്ട്. ശ്രീരാമക്ഷേത്രം ആണെന്നുണ്ടെങ്കിൽ ഗണപതി ഓബിയസ്ലി കാണാമല്ലേ. ഇത്രയല്ല അമ്പലം നോക്കുക. ഈ പൂ പൂത്ത് കിടക്കുന്നത്, ഓ എന്ത് ഭംഗി! അമ്പലത്തിൽ വലിയ ഗാർഡൻ എല്ലാം കാണാം. നമ്മുടെ അരുളിച്ചെടി, അരുളിച്ചെടി പൂത്തിറങ്ങി. അങ്ങനെ ഈ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പുറകിൽ കിടക്കുന്ന ഈ ചെടി പൂത്ത് കിടക്കുന്നു. റോഡ് സൈഡിൽ തന്നെ അമ്പലം. ഇതാണ് വേറൊരു അമ്പലം. ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുവാണ്. എൻ്റെ പുറകെ കാണുന്ന അമ്പലം. അമ്പലത്തിനകത്തൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. അവിടെ പണ്ഡിജി ഉണ്ട്. ഇനിയിപ്പം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അറിയാൻ പറ്റത്തില്ലല്ലോ. വെറുതെ ആവശ്യമില്ല അവരെന്തെങ്കിലും പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ അകത്ത് ഷൂട്ട് ചെയ്തില്ല. ഇത് ഗണപതിയുടെ അമ്പലം. ഇവിടെ ഗണപതിയുണ്ട്, വിഷ്ണു ഭഗവാനുണ്ട്, ദേവിയുണ്ട്. രാവിലെ റോഡിൽ കാണുന്ന കാഴ്ച അതേ നോക്കും. പശുക്കളിങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും, അതുകൊണ്ടാണ്. ഹായ്. അങ്ങനെ ദേ അമ്പലത്തിലൊക്കെ പോയി. പിന്നെ എനിക്ക് കടയിലൊക്കെ ഒന്ന് കയറണമായിരുന്നു, മലയാളി കടയിൽ കയറണമായിരുന്നു. അങ്ങനെ അവിടേക്ക് കയറിയിട്ട് ദേ ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇന്നത്തെ വിശേഷം എന്താണെന്ന് അറിയാമോ? ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ എന്ന് പറയാൻ ഡേറ്റ് അല്ല, പിറന്നാളാണ്. അപ്പോൾ നാളെ വരുന്ന ദിവസമാണ്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകാതെ എങ്ങനെയാണ് ശരിയാവുന്നത്? അതുകൊണ്ട് രാവിലെ അമ്പലത്തിൽ പോയി, ഗണപതി അമ്പലത്തിൽ പോയി, ശിവൻ്റെ അമ്പലത്തിൽ പോയി, ശ്രീരാമക്ഷേത്രത്തിൽ പോയി, എത്ര അമ്പലത്തിൽ പോയി. നമ്മുടെ നാട്ടിലെങ്ങാനും രാവിലെ ഒരു അമ്പലത്തിലെങ്ങാനും പോയാലുണ്ടല്ലോ, നമ്മളെ നെറ്റി നിറച്ചും കുറിയായിരിക്കത്തില്ല, ചന്ദനത്തിൻ്റെ കുറിയായിരിക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. അവിടെ ചെല്ലുമ്പോഴത്തേനില്ല, പഞ്ചസാരയുടെ ഇത് പ്രസാദമായിട്ട് തരും, അത് കഴിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെങ്ങും അങ്ങനെ ചന്ദനം അങ്ങനെയൊന്നുമില്ല. നമ്മളെന്തെങ്കിലും പൂജയ്ക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പൂജ ചെയ്യാം. അല്ലാതെ ചന്ദനം അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുകയേ വേണ്ട. എന്നിട്ട് ചന്ദനമൊന്നും കിട്ടിയില്ല. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ദീപം വന്നപ്പോൾ കടയിൽ കയറി സാധനങ്ങൾ പാലില്ലായിരുന്നു. അങ്ങനെ പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെയായിരുന്നു യാത്ര. 2 ദിവസം മുന്നേ ഹൽദി കുങ്കുമിന് പോയപ്പോൾ കിട്ടിയ പൂവാണ്. എറണാകുളക്കല്ലേ പൂ വയ്ക്കല്ലേ. അപ്പം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരുത്. അമ്പലത്തിൽ പോയിട്ട് ചന്ദനമൊന്നും കിട്ടിയില്ല, അതിൻ്റെ ഒരു വിഷമം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചന്ദനം ഇടാം. എന്ത് ചെയ്യാനാ, ഓരോ സ്ഥലത്ത് ഓരോരോ സിസ്റ്റങ്ങളല്ലേ, നമുക്ക് പറയാൻ പറ്റുമോ? ഇവിടുത്തെ അമ്പലങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് ഞാൻ പൂ വെച്ചിട്ട് വരാം. രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ എന്നാൽ അത് വെച്ചുകൂടായിരുന്നു, പക്ഷെ അത് ഓർത്തില്ല. ഫ്രിഡ്ജിൽ ഇതിരിപ്പുണ്ടെന്നുള്ളത് ഓർത്തില്ല. അല്ലായിരുന്നുകൊണ്ട് രാവിലെ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ വെച്ചുകൊണ്ട് പോയേനെ. സ്ലൈഡൊന്നും കിട്ടിയില്ല, ഇതേ കിട്ടി. കലക്കി ഇരിക്കട്ടെ. അങ്ങനെയുണ്ട്, അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ നമ്മുടെ വീട്ടിലുള്ള ചന്ദനം ഇടാം. ഏട്ടൻ പറഞ്ഞു വളരെ ഗ്രാൻഡായിട്ടൊക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട.
എനിക്ക് ഒരു ഗ്രാൻഡും വേണ്ട, എനിക്ക് നോർമലായിട്ടുള്ള ദിവസം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഏട്ടൻ പറഞ്ഞു നമുക്ക് വൈകുന്നേരത്ത് പുറത്ത് പോയി ഡിന്നർ കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. കാരണം എന്താണെന്നറിയോ, നാളെ ഞങ്ങൾക്ക് ബോംബെയിൽ വരെ ഒന്ന് പോകണം. അപ്പോൾ പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ചാൽ, എനിക്കാണെന്നുണ്ടെങ്കിൽ പുറത്ത് ഭക്ഷണം കഴിച്ചാലുണ്ടല്ലോ അപ്പോഴേ വയറിന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് വേണ്ട, നമുക്ക് പുറത്ത് പോകണം. പിന്നെ പറഞ്ഞു ഇവിടെ ഉള്ളവർക്കെല്ലാം പാർട്ടി കൊടുക്കണം. നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ എന്ത് വിശേഷം ഉണ്ടെങ്കിൽ എല്ലാവരും പാർട്ടി തരും. പെണ്ണുങ്ങളുടെ പിറന്നാളിനെല്ലാം ഇവിടെ പാർട്ടി തരും. ഞാൻ എല്ലാവരുടെയും പിറന്നാളിനും പോയിട്ട് പാർട്ടിയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ് വിളിച്ചിട്ട് ഭക്ഷണം തരും. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെക്കാട്ടിയും കൂടുതൽ ഇവിടെ ഉള്ള ചെറിയ കൊച്ചുങ്ങൾ വലിയ കാര്യമാണ് എൻ്റെ കൂടെ. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു ഇന്ന് ഏത് ദിവസമാണെന്നറിയോ, ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ കൊച്ചുങ്ങളെല്ലാം സ്കൂളിൽ പോയിരിക്കുക. ഞാൻ പറഞ്ഞു നമുക്ക് ഞായറാഴ്ച ഇടന്ന് കൊച്ചുങ്ങൾക്കെല്ലാം അവധിയുണ്ട്. അപ്പോൾ ആ കൊച്ചുങ്ങളെല്ലാം കൂടെ വിളിച്ചുകൊണ്ട് പോയിട്ട് വെളിയിൽ പോയിട്ട് ബർഗർ പാർട്ടി ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ കൊച്ചുങ്ങൾക്കൊക്കെ ബർഗർ ഭയങ്കര ഇഷ്ടമല്ല. അപ്പോൾ ധനുഷ് ഹാപ്പിയായി. ഇന്ന് പോയി കഴിഞ്ഞാൽ ധനുഷിനെ കൊണ്ടുപോകാൻ പറ്റില്ല, ഇവിടെയുള്ള കൊച്ചുങ്ങളെയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവിടെയുള്ള കൊച്ചുങ്ങൾക്ക് ഭയങ്കര കാര്യമാണ്. ഇവിടെ എന്ത് കിട്ടിയാലും, ഒരു ചോക്ലേറ്റ് കിട്ടിയാലും സ്പെഷ്യലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ എനിക്ക് കൊണ്ട് തരും. അത്രയ്ക്ക് കാര്യമാണ് കൊച്ചുങ്ങൾക്ക്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്യാം, കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമായിരുന്നു വലിയവരെയും കാട്ടി. അപ്പോൾ വലിയവർക്കും കൊച്ചുങ്ങളെയും കൂടെ കൊണ്ടുപോയിട്ട് ഞായറാഴ്ച ആയിരുന്നു പാർട്ടി ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ പാർട്ടി ക്യാൻസൽ ചെയ്തു. ഒന്ന് ഉച്ചയ്ക്ക് നോർമലായിട്ടുള്ള ഭക്ഷണം അപ്പോൾ അങ്ങനെ വയ്ക്കാമെന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഇതെൻ്റെ പുതിയ ഡ്രസ്സാട്ടോ, പിറന്നാളല്ലേ, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടേ. സ്മൂത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്മൂത്തി ഉണ്ടാക്കുന്നതിന് റാഗിയും കൂടെ ചേർക്കും, നല്ല രസമല്ലേ. അപ്പോൾ റാഗിയും കൂടെ ചേർക്കും. അങ്ങനെ സ്മൂത്തി കുടിക്കട്ടെ ഇനി. ഇല്ലോ ഇത് കുടിച്ചു കഴിഞ്ഞാൽ വിശപ്പെല്ലാം മാറും, പിന്നെ വിശക്കുകയില്ല. നോർമൽ ഭക്ഷണം ഉണ്ടാക്കണമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ എനിക്കങ്ങ് ഒരു മൂഡ് തോന്നി ചെറിയൊരു സദ്യ ഉണ്ടാക്കി കളയാമെന്ന്. അങ്ങനെ ഞാൻ ചെറിയൊരു സദ്യ ഉണ്ടാക്കി. പരിപ്പും പപ്പടവും സാമ്പാറും അവിയലും തോരനും പച്ചടിയും കിച്ചടിയും പ്രഥമനടക്കം ഒരു സദ്യ അങ്ങ് ഉണ്ടാക്കി. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്തു. ചില ദിവസം അങ്ങനെയൊക്കെയാണ്, രാവിലെ ഒരു പ്ലാനിങ്ങും ഉണ്ടാവില്ല, പക്ഷേ അങ്ങ് മൂടാവും, അപ്പോഴത്തേനും അങ്ങ് ഉണ്ടാക്കുകയും ചെയ്യും. വാഴയിലേക്ക് വെട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ ഏട്ടനും വന്നു. ഏട്ടൻ അങ്ങനെ എനിക്ക് സദ്യ വിളമ്പി തരുവാന്ന്. ഇപ്പം ഞാൻ വിളമ്പുന്നു, ഏട്ടൻ ഫോണിൽ എന്തോ ബിസിയാണ്, അതുകൊണ്ട് ഞാൻ വിളമ്പുന്നു. അപ്പം ഫോണിലൊക്കെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ വന്നു പറഞ്ഞു നീ ഇരുന്നോളൂ ഞാൻ വിളമ്പി തരാമെന്ന്. അപ്പം ധനുഷ് പറഞ്ഞു ഇല്ല അമ്മയും അച്ഛനും ഇരുന്നോ ഞാൻ വിളമ്പി തരാമെന്ന്. അപ്പം ഞാൻ രണ്ടുപേരുടെയും പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും വിളമ്പണ്ട ഞാൻ വിളമ്പാന്ന്. പിന്നെ ഏട്ടൻ പറഞ്ഞു വേണ്ടടി ഞാൻ വിളമ്പാം, നീ ഇത്രയും കഷ്ടപ്പെട്ട് സദ്യ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ലയോ, ഞാൻ സദ്യ വിളമ്പി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനിരുന്നിട്ട് പിന്നെ ഏട്ടനാണ് എനിക്കെല്ലാം വിളമ്പി തന്നത്. അപ്പം ധനുഷിന് എന്തായാലും വലിയ ഇഷ്ടമായി. ധനുഷിന് ഭയങ്കര ഇഷ്ടമാണ് സദ്യ. അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷ സമയങ്ങളിലൊക്കെയാണ് സദ്യ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ 3 പേരുടെയും പിറന്നാളിനുണ്ടാക്കും, ഓണത്തിനുണ്ടാക്കും, വിഷുവിനുണ്ടാക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇരുന്നേക്കാന്ന്. ഞാനും വിചാരിച്ചു ഓണാന്നോ വിഷു ആണോ അതോ ബർത്ത്ഡേ ആണോ. എല്ലാവരുടെ ധനുഷ് വലുതാകുമ്പോൾ ധനുഷ് പറയണം എൻ്റെ അമ്മ വീട്ടിൽ ആരുടെ ബർത്ത്ഡേ ആയാലും സദ്യ ഉണ്ടാക്കുമായിരുന്നു. വീട്ടിന്റെ ആരെന്റെ ബർത്ത്ഡേ ആയാലല്ല. അമ്മ ഇരിക്കും അമ്മ. ഞാൻ വിളിക്കാം, കാരണം എല്ലാം എടുക്കണ്ടേ. അത് അച്ഛനെ എടുത്തോളൂ. മതി നിക്കട്ടെ. അങ്ങ് കഴിക്കുക, കഴിക്കുക, എങ്ങനെയായാലും കഴിക്കുക. എനിക്ക് അത്ര ചോറോ കൂടുതലാ. പിസ്സ പിസ്സ പിന്നെ എന്തിനാ വന്നേ? പിസ്സ എന്തിനാ പറയാനാ അമ്മ? അച്ഛൻ പിസ്സ വെച്ചു. അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഏതാ ചീസ് വോൾക്കാനോയോ?
മതി. വൈകുന്നേരമായി ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് വന്നപ്പോഴത്തേനുണ്ട് ഗേറ്റ് ബന്ധായി. അതായത് റെയിൽവേ ഗേറ്റ് ജസ്റ്റ് മിസ്സായിരുന്നു. ഞങ്ങൾ റെയിൽവേ ഗേറ്റിൻ്റെ തൊട്ടടുത്താണ്. ജസ്റ്റ് മിസ് അല്ല, മിസ് തന്നെയായിരുന്നു. ജസ്റ്റ് മിസ് അല്ല, മിസ് തന്നെയായിരുന്നു. അല്ല, ജസ്റ്റ് മിസ് അല്ലായിരുന്നു. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോന്നും കൂടി എന്തിനാ? അമ്മയ്ക്ക് വേണ്ടിയിട്ട് മല പറയോ ഹോൺ അടിക്കും. ഇന്നലെ ഇതണ കാരണം ഞങ്ങൾ ഹോൺ അടിച്ചോണ്ടാ പോയത്. ഇന്നലെ ഞാനും ശ്രാവണിയും കൂടാണ് ഇതണക്കാരൻ. ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ട്. ആകാശം നോക്കടാ, ഈ മൊബൈലിൽ നോക്കടാ, നല്ല കളറല്ലേ. ആക്ച്വലി ഇങ്ങനെ തന്നെ. ആക്ച്വലി ഇതാ റിയൽ കളർ. ഏതോ ഒരു ട്രെയിൻ. ഓസോൺ ലെയർ കൊണ്ട് റിഫ്ലക്ട് ആവുന്നോണ്ടാണ് ഇങ്ങനെ കാണുന്നതായിട്ട്. അങ്ങനെ ലോക്കൽ ട്രെയിനും പോയി. ഒരുപാട് ആൾക്കാരും ആശ്രയിക്കുന്ന ലോക്കൽ ട്രെയിനെയാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ ഒരു ദിവസത്തെ പൂജ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ നമ്മുടെ മഹാരാഷ്ട്രൻ അമ്പലം, അതായത് ഇവിടുത്തെ സ്റ്റൈലിലുള്ള അമ്പലങ്ങളിലൊക്കെ പോയി. വൈകുന്നേരം നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തിൽ വന്നിരിക്കുവാണ്. അപ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിൽ വൈകുന്നേരത്തിന് വെച്ചത് രാവിലെ തൊട്ടുള്ള പൂജകളെല്ലാം ഉണ്ട്. അപ്പോൾ വൈകുന്നേരത്ത് വരുമ്പോൾ ഭഗവത് സേവയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രസാദവും എല്ലാം കൂടെ മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ ഞാൻ അമ്പലത്തിൽ പോയി. രാവിലെ ഞാൻ 3-4 അമ്പലത്തിൽ പോയി. എന്നിട്ട് ഒരു നെറ്റിയിൽ എന്തെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല. ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയതേ ഉള്ളൂ, നെറ്റി നിറച്ച് മുറിയായി. അതാണ് എന്തേതോ സ്റ്റൈലായി പോയി. എന്തേതോ നോക്ക്, അല്ലേ നോക്കി അത് നോക്കി ഇങ്ങനെ. ഇത് കണ്ട, ഇപ്പോഴും പോകുന്നു ഗുഡ്സ് ട്രെയിൻ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴും ഗുഡ്സ് ട്രെയിനാണ് പോയത്. ഗുഡ്സ് ട്രെയിൻ എഞ്ചിനാ, ഇപ്പം എഞ്ചിനാ. ഇങ്ങോട്ട് വന്നപ്പോഴും ഇവിടെ കുറേ നേരം കിടന്നു. ഇപ്പോഴും കുറേ. ഇത് മുംബൈയിൽ നിന്ന് വന്നതായിരിക്കും, അതുകൊണ്ടാണ് പുറകെ എഞ്ചിൻ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഏറ്റവും മുന്നിലായിരുന്നു. എൻ്റെ കാലിൽ ചപ്പലിൽ ഇരിക്കുന്നത് നോക്ക്. കണ്ടോ ഗൈസ്? കണ്ടു. എൻ്റെ കാലിൽ അത്രയ്ക്ക് വലുതാണ്. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ സർപ്രൈസ് ആയിട്ട് ഏട്ടൻ ഒരുക്കി വെച്ചതാണിത്. ഇനി നമുക്ക് എൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ്ങൊക്കെ കാണാം. നല്ല രസമുണ്ടല്ലേ? നല്ലോണം ഫ്ലവറൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ലൊരു സർപ്രൈസ് തന്നെ തന്നു ഇതെനിക്ക്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേ അല്ല. എനിക്ക് നല്ല കോൾഡുണ്ട്, അതുകൊണ്ടാണ് സൗണ്ടിനൊരു മാറ്റം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ പ്ലീസ്. കേക്കോ? शुरू करो. हस्बैंड हो तो ऐसा हो. സർപ്രൈസ് സർപ്രൈസ് സർപ്രൈസ്. പക്ഷെ കട്ട് ചെയ്യാൻ പിറ്റത്തില്ല. അത് ഫീടാ. അച്ഛാ അമ്മേന്റെ പേരും കൂടി ഇട്ടുകൂടായിരുന്നു. ചെറുക്കനോട് പറഞ്ഞിട്ട് ചെയ്തില്ല. പക്ഷെ ഞാൻ എൻ്റെ ആഗ്രഹം സാധിച്ചില്ലല്ലോ ഗിഫ്റ്റിനെ പറ്റി.
ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ് വേണ്ടേ ആണാ ഗിഫ്റ്റ് വേണേ നാക്കൻ എടുത്തോടാ. കൊണ്ടുപോടാ ഇങ്ങോട്ട്. അച്ഛൻ ഗിഫ്റ്റ് കൊടുക്കുന്ന അമ്മയ്ക്ക്. അമ്മക്ക് ലോണാവാലുള്ള ഗിഫ്റ്റ് ഒന്നും വേണ്ട. അവിടൊന്നും മേടിച്ചില്ല. Something there, दाल में कुछ तो काला है. लो जो लेना ले लो. इसकी तो आंखें बाहर आ गए. ഇതെല്ലാം എന്താ ഗിഫ്റ്റാ? ഞാൻ എനിക്ക് ശകലം താ, ഞാൻ അമ്മയ്ക്ക് അതിനെ കാട്ടിയും ഗിഫ്റ്റ് തരാം. അതിന് നിന്റെ ഗിഫ്റ്റ്